എന്തിനാ വെച്ചാൽ നീ വീട് വിട്ട് ഇറങ്ങിയേ? അത് പിന്നെ പോലീസ് അങ്ങോട്ട്. മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല ഇടി ഇടിക്കും. അയ്യോ പോലീസ് അങ്ങ് ഇടിക്കല്ലേ ഇടിക്കല്ലേ, ഞാൻ സത്യം പറയാം. വേഗം പറഞ്ഞോ. അത് അത് വിവരം കിട്ടിയോ? ഇല്ല. എന്തിനാ എന്റെ ഫോൺ അപ്പറയാ ബെല്ലടിക്കുന്നുണ്ട്, ഒന്ന് എടുത്ത് നോക്കാവോ? ശരി. ഹലോ, സാറോ? കിട്ടിയോ? എന്താ എന്താ പറ്റി? ഓഹോ, അതല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു സാർ. മായേ, കൊച്ചിനെ കിട്ടി. ശരിക്കും? അതെ അതെ കിട്ടി. ദേ പോലീസാ വിളിച്ചേ. അവൾ എവിടെ പോയതാ? അവൾക്ക് എന്താ പറ്റിയത്? നീ അത് കേട്ടോ? അവളെ BTSനെ തേടി പോയതാത്രേ. BTSനെ തേടിയോ? അതെ, അവൾക്ക് വീട്ടിൽ ആരെയും വേണ്ടത്രേ. BTSന്റെ കൂടെ കഴിഞ്ഞോളാന്ന് പറഞ്ഞു ഒരു പോക്ക് പോയതാ. കപ്പലിൽ പോകാനായിരുന്നു പ്ലാൻ. അതിനു മുമ്പ് പോലീസ് കണ്ടുപിടിച്ചു. കപ്പലിലാ? BTSാ? ഈ പെണ്ണിന് എന്താ പറ്റി? ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാലോ. എന്തായാലും സന്തോഷായി, കൊച്ചിനെ കിട്ടിയില്ലേ? എന്നാലും മാള ചേച്ചി, നിത്യ ചേച്ചി എവിടെ പോയതായിരിക്കും? എല്ലാവർക്കും എന്ത് വിഷമായി ചേച്ചി ഇങ്ങനെ ചെയ്തുകൊണ്ട്. വിഷമിക്കേണ്ട ലച്ചു മോളെ, അവളിപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പാറിക്കുന്നതായിരിക്കും. അങ്ങനെ ആയാൽ മതിയായിരുന്നു ചേച്ചി, ആകെ പേടിയാവുന്നു എനിക്ക്. പേടിക്കണ്ട ലച്ചു മോളെ, ഒന്നും പേടിക്കണ്ട കേട്ടോ. ചേച്ചി ചേച്ചി, ടോബി ചേട്ടാ, ലച്ചു, മീനു, വാസു, ചേച്ചി എന്താടി? പാറു എന്താ? ചേച്ചി ചേച്ചി, അയ്യോ എനിക്ക് സഹിക്കാൻ വേണ്ടി. എനിക്ക് കാര്യം എന്താ? അതോ അതുണ്ടല്ലോ, എന്നാ പാർവതി കിടന്ന് കാറിക്കോണേ? എന്താ കാര്യം എന്താ? എടാ ഓഹോ, അതായിരുന്നോ? ഞാനൊരു ദുരന്ത പ്രതീക്ഷിച്ചേ. മിണ്ടാണ്ടിരുന്നോടാ. അയ്യോ അയ്യോ, അതല്ല വിഷയം, അതല്ല. എന്നാടി അവൾ എവിടെ പോയേ? അതാ ചേച്ചി ട്വിസ്റ്റ്. ചേച്ചി, നിത്യ ചേച്ചി BTSനെ തേടി പോയതാ അത്രേ. അതാണ് അതിനെ പറ്റി. കപ്പലിൽ കയറാൻ പോയതാ, അതിന് മുമ്പ് പോലീസ് പിടിച്ചു. കപ്പലോ? ആ ചേച്ചി സത്യമായിട്ടും. ഈ സമയത്ത് പറയാവോന്നറിയില്ല, എന്നാലും പറയുക. നിന്റെ ചേച്ചി ഒന്ന് മണ്ടിയാടി.